യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ സ്മരിച്ചുകൊണ്ട് ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴിയും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു. പീഡാനുഭവ സ്മരണ പുതുക്കി മലയാറ്റൂരിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് കുരിശുമല കയറിയത്. തിരുവനന്തപുരം പാളയത്തു നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴിക്ക് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ, സീറോ മലങ്കര തിരുവനന്തപുരം അതിരൂപത സഹായമെത്രാൻ മാത്യൂസ് മാർ പോളികാർപ്പസ്, ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ, തിരുവനന്തപുരം ലത്തീൻ രൂപത സഹായമെത്രാൻ ക്രിസ്തുദാസ്, മന്ത്രി ആന്റണി രാജു എന്നിവർ കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തു. വരാപ്പുഴ രൂപതയുടെ നേതൃത്വത്തിൽ എറണാകുളം മാർക്കറ്റ് റോഡിലുള്ള സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ ദേവാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ബാനർജി റോഡ്, ഷൺമുഖം റോഡ് എന്നിവിടങ്ങളിൽ കുരിശിന്റെ വഴി ആചരിച്ചു. ആഗോള തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ മലയിലേക്കും ആയിരക്കണക്കിന് വിശ്വാസികളാണ് കുരിശുമല കയറിയത്. തമിഴ്നാട്, കർണാടകം സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ തീർത്ഥാടകർ ഇവിടെ എത്തി. വയനാട് താമരശ്ശേരി അടിവാരം ഗദ്സമൻ പാർക്കിൽ നിന്ന് ആരംഭിച്ച കുരിശിന്റെ വഴി ഉച്ചയോടെ വയനാട് ലക്കിടി മൗണ്ട്സിനായിൽ സമാപിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം കേരള വിഷൻ ന്യൂസ്, കൊച്ചി.